ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും ബ്ലേഡ് ഫുട്ബോളിൻ്റെ ഒരു അൾട്രാ പ്രോ മാക്സ് റിച്ച് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം ലിവർപൂളിനെ കുറിച്ചുള്ള ഏത് വീഡിയോ ഇട്ടാലും അതെല്ലാം അൾട്രാ റിച്ച് വീഡിയോ ആണ്. അങ്ങനെ അലക്സാണ്ടർ ഐസക്കിനെ കുറിച്ചുള്ള ഒരു പുതിയ അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട്. ദി അത്ലറ്റിക് എന്ന പത്രത്തിൽ എഴുതുന്ന ക്രിസ് വെതർസ്പൂൺ, ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ആർട്ടിക്കിൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് അലക്സാണ്ടർ ഐസക്കിനെ സൈൻ ചെയ്യണമെങ്കിൽ ക്ലബിന് ഏകദേശം 250 മില്യൺ പൗണ്ട് കൊടുക്കേണ്ടി വരും. അതിൽ 150 മില്യണിൽ കുറവ് ഫീസ് ന്യൂകാസിൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ലിവർപൂളിന് അറബിയിലാണ് അവർ കത്ത് എഴുതുന്നത്. 150 മില്യൺ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ വരണ്ട, ഇല്ലെങ്കിൽ കമ്പിപ്പാര എടുത്തിട്ട് കക്കാൻ ഇറങ്ങിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് മാത്രം വന്നാൽ മതി. 150 മില്യൺ ഫീ പ്ലസ് പിന്നെ ചങ്ങായിരെ ഏജൻറ്റ് ഫീ പ്ലസ് 4% ലെവി, അതായത് PSR പെർസ്പെക്റ്റീവ് ഒരു 4% ലെവി അടക്കാനുണ്ട്. അതെല്ലാം കൂടിയിട്ട് ഏകദേശം ഒരു 33 മുതൽ 35 മില്യൺ വരെ എക്സ്ട്രാ വരും. ഏജൻറ്റ് ഫീയും ഈ ഒരു ലെവി എല്ലാം അടക്കും. അപ്പോൾ 150 മില്യൺ പ്ലസ് 33 to 35 മില്യൺ. അത് കൂടാതെ ഐസക്ക് 250 മുതൽ 300K വരെയാണ് വീക്ക്ലി സാലറി ചോദിക്കുന്നത്. അതായത് ഒരു വർഷത്തേക്ക് ഏകദേശം 15 മില്യൺ to 18 മില്യൺ സാലറി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു മിനിമം ഒരു 3 വർഷത്തേക്കാണ് സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ 45 മില്യൺ മുതൽ 54 മില്യൺ ക്ലബിന് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാം കൂടി ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ 150 പ്ലസ് 50 പ്ലസ് 35 മില്യൺ എല്ലാം കൂടി കൂട്ടിയാൽ ഒരു 3 വർഷത്തേക്ക് ചെങ്ങാന് സൈൻ ചെയ്യണമെങ്കിൽ 250 മില്യൻ്റെ അടുത്ത് വരും. അതിപ്പം 5 വർഷത്തേക്ക് സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 30 മുതൽ 36 മില്യൺ എക്സ്ട്രാ വരും. ഇതെല്ലാം കണ്ടും ആസ്വദിച്ചും കൊണ്ട് ഐസക്ക് എവിടെയോ ബീച്ചിലോ എവിടെയോ യാച്ചിലോ ആയിട്ട് ഇരുന്ന ഒരു ഫോട്ടോ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചേഞ്ച് ഈസ് എമിനൻറ്റ്, ഐ നീഡ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങ് ആസ്വദിക്കുകയാണ്. ലിവർപൂളും ന്യൂകാസിൽ യുണൈറ്റഡും തമ്മിലുള്ള ശക്തിയേറിയ വടംവലി അവിടെ ഇരുന്ന് ആസ്വദിക്കുകയാണ് ചങ്ങായി. സി ഈസ് എ ഗുഡ് പ്ലെയർ. ഓക്കെ, 6 അടി 4 ഇഞ്ച് ഉയരം, ഏകദേശം വാൻഡൈക്കിൻ്റെ ഹൈറ്റ് ഉണ്ട്. വാൻഡൈക്കിൻ്റെ ഹൈറ്റിൽ ഒരു ഫോർവേഡ്, നല്ല സ്ട്രോങ് ആണ്, നല്ല സ്പീഡും ഉണ്ട്. അതുകൂടാതെ ഒരു ബോക്സ് സ്ട്രൈക്കർ അല്ല, പുള്ളിക്കാരൻ ഇറങ്ങി വന്ന് പന്ത് കൈവശം വെച്ച് കളിക്കുന്ന ഒരു സ്ട്രൈക്കറാണ്. ഹീസ് എ സൂപ്പർ സ്റ്റാർ സ്ട്രൈക്കർ. ഓക്കെ, പക്ഷേ 150 മില്യൺ ഫീസ് നെയ്മർക്കും കിലിയൻ എംബാപ്പയ്ക്കും ശേഷം മൂന്നാമത്തെ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ട്രാൻസ്ഫർ എവർ. സോ അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നോ. ഒരു 110-120 മില്യണിലായിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ സൈൻ ചെയ്യാം, നോ പ്രോബ്ലം. പക്ഷെ 150 മില്യൺ. ന്യൂകാസിലിൻ്റെ കാര്യം എന്താ വെച്ചാൽ ന്യൂകാസിലിന് പുള്ളിക്കാരനെ കൊടുക്കണ്ട എന്നുള്ളൊരു ശക്തമായൊരു ഫേം ഡിസിഷനിലാണ് ഉള്ളത്. പക്ഷെ പുള്ളിക്കാരൻ എന്തായാലും ന്യൂകാസിലിന് പുറത്ത് പോകണം. പക്ഷെ ന്യൂകാസിലിന് ഒരു കാരണവശാലും കൊടുക്കണ്ട. സൗദി ഓണർഷിപ്പിലുള്ള ക്ലബ്ബാണ്. സൗദി വേണമെങ്കിൽ പറയും ലിവർപൂൾ നമ്മളെ ഒരു 150 മില്യൺ പ്ലെയർ, എനിക്ക് വേണമെങ്കിൽ ലിവർപൂളിനെ ബൈ ചെയ്യാം, അത്രയും പൈസ ഉണ്ട് അവരുടെ ഓണർഷിപ്പിന്. അപ്പോൾ അവർക്ക് 150 മില്യൺ എന്നൊരു വിഷയമല്ല. അവർ പരമാവധി ഹോൾഡ് ചെയ്യാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് 150 മില്യണിൽ കുറഞ്ഞിട്ട് ഒരു ഫീസും ആക്സെപ്റ്റ് അല്ല എന്ന് ലിവർപൂളിനോട് നേരിട്ട് പറഞ്ഞു. പക്ഷെ ഇത്രയും ഫീസ് കൊടുത്തിട്ട് ഒരു സ്ട്രൈക്കറെ, ചങ്ങായി ഇഞ്ചുറി പ്രോൺ പ്ലെയറാണ്. എല്ലാ മത്സരവും 60 മത്സരം 50 മത്സരം ഒരു സീസണിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറല്ല, ഇഞ്ചുറി പ്രോൺ പ്ലെയറാണ്. പക്ഷേ കഴിഞ്ഞ സീസണിൽ ഇഞ്ചുറി പ്രോൺ ആയാലും 20 ഗോളെ ലീഗിൽ അടിച്ച് കയറ്റിയ പ്ലെയറാണ്. അതായത് ക്വാളിറ്റി ഉണ്ട്, ഗുഡ് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ പൈസ, അതാണ് പ്രശ്നം. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. 150 മില്യൺ കൊടുത്ത് പുള്ളിക്കാരനെ സൈൻ ചെയ്യണോ, അല്ല വേറെ ഏതെങ്കിലും ചീപ്പർ ഓപ്ഷനിലേക്ക് പോകണോ, അല്ല നമ്മൾ സെൻറ്റർ ബാക്കിലും കൂടുതൽ കോൺസെൻട്രേറ്റ് നമുക്ക് സെൻറ്റർ ബാക്ക് മാത്രമല്ല പ്രശ്നം, നമുക്കൊരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ഇല്ല, പ്രോപ്പർ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ഇല്ല. ഗ്രാവൻബർഗിനെ മോൾഡ് ചെയ്തെടുത്തതാണെന്ന് പറയാം. ഗ്രാവൻബർഗ് ഒരു ഫ്ലെക്സിബിൾ പ്ലെയർ ആയതുകൊണ്ട് പുള്ളിക്കാരനെ നമുക്ക് ഡിഫെൻസീവ് മിഡ്ഫീൽഡിലേക്കെല്ലാം മോൾഡ് ചെയ്തെടുത്തതാന്ന് പറയും. പക്ഷേ ഒരു പ്രോപ്പർ ഒരു റോഡ്രീനെ പോലത്തെ
അല്ല ബുസ്കറ്റ്സിനെ പോലത്തെ നമ്മളൊരു പ്രോപ്പർ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ നമുക്ക് ആവശ്യമുണ്ട്. എൻഡോ നമുക്ക് ഫസ്റ്റ് 11 കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറല്ല, ഒരു സ്ക്വാഡ് പ്ലെയറാണ്. പക്ഷെ നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ലാക്ക് ചെയ്യുന്നത്, സെൻട്രൽ ബാക്ക് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ലാക്ക് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു സ്ട്രൈക്കറിന് 150 മില്യൺ കൊടുക്കണോ എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പം എല്ലാമേ ലിവർപൂളിൻ്റെ ഓണേഴ്സിൻ്റെ കയ്യിലാണ്. അവരെന്ത് തീരുമാനിക്കുമെന്ന് നമുക്ക് വരും. ലിവർപൂൾ ഓൾറെഡി 120 മില്യൺ ഓഫർ ചെയ്തിട്ടുണ്ട്. അത് എന്തായാലും ന്യൂകാസിൽ ആക്സെപ്റ്റ് ചെയ്യില്ല. അവർ പറയും 120 നടക്കൂല മിക്കവാറും. അപ്പം ലെറ്റ്സ് സീ, നമുക്ക് 1-2 ആഴ്ചക്കുള്ളിൽ നമുക്ക് റിസൾട്ട് വരും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് തീർച്ചയായും ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.